ഞാൻ അയ്യപ്പ സംഗമത്തിന് പോയ ആളാണ്. എന്നുവെച്ചാൽ CPM-നോട് അനുഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ചേട്ടൻ അയ്യപ്പൻ സന്നിധാനത്തെക്കുറിച്ച് സ്വാമിയെക്കുറിച്ച് പുസ്തകം തന്നെ എഴുതി ഗവർണർ ഇനോഗ്രേഷൻ ചെയ്താണ്. അതെ, അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അയ്യപ്പ ഭക്തരെത്തണമല്ലോ. അതെ, അങ്ങനെ ഞാൻ എൻ്റെ ചെലവിൽ തന്നെ പോയതാണ്. അവിടെ ഒരു എന്താണ് ഇവിടെ ലോക കേരള സഭ സമ്മേളനം മാതിരി വലിയ 3 ശീതീകരിച്ച പന്തല്. അതിനകത്ത് ആള് വളരെ ചുരുക്കം. എല്ലാവരും ഈ ഒഫീഷ്യൽ തലത്തിലുള്ളവരൊക്കെയോ, കാരണം അവർക്കൊക്കെ ഓരോ ഡ്യൂട്ടിയാണ്. അതെ, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കണ്ടത് അത് മലയാള മാസ സമയത്തും കൂടിയാണ്. അതെ, ഭക്തര് ശബരിമലയ്ക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭക്തരങ്ങോട്ടേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തോ 5 സ്റ്റാർ കോൺഫറൻസ് മാതിരി നടത്തുകയാണ്. അവിടെ ഒരു ബാരിക്കേഡൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അയ്യപ്പ സംഗമമല്ലേ, അയ്യപ്പ ഭക്തർ കുഴപ്പമൊന്നും. അവരുടെ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നത് തലേ ദിവസം ഇവിടെ കുമരകത്തും അവിടെയൊക്കെ കൊണ്ട് താമസിപ്പിച്ചവരാണ്. ഞാൻ ഇങ്ങോട്ട് തിരികെ പോരുമ്പോൾ 1-2 പേരെ പരിചയപ്പെട്ടു. അവരൊക്കെ കോട്ടൊക്കെ ഇട്ടാണ്. കോട്ടിട്ടോട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ സ്റ്റാറ്റസിന് അതാണ്. പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടാണ്. അപ്പോൾ അവർ ഹൈദരാബാദിൽ നിന്ന് വരുന്നവരാണ്, മലയാളികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു താമസമൊക്കെ. കുമരകത്തായിരുന്നു. കുമരകത്ത് നിന്ന് അവർ ഇന്നോവയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തിരിച്ച് അവർക്ക് 2 പേരേ ഉള്ളൂ. 2 പേർക്കാണ് ഒരു ഇന്നോവ പോകുന്നത്. അപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്ന കുറച്ച് അപ്പുറത്താണ്. എന്നോട് പറഞ്ഞു അവിടെ ഇറക്കാം എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു സന്നിധാനത്തേക്ക് പോയില്ല? ഇല്ല, പോയില്ല. അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ വലിയ ശീതീകരിച്ച 3 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് മെയിൻ പന്തല്, പിന്നെ അതുകൂടാതെ ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പന്തലും വലുതായിട്ട് ശീതീകരിച്ചു, അവിടെയുള്ള നടപ്പന്തലും. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഈ ഇവിടേക്ക് പോകുന്ന പമ്പ ഇതിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടം, ഹിൽ ടോപ്പിലേക്ക്, അവിടെയും ശീതീകരിച്ചിട്ടിരിക്കുകയാണ്. അത് ഭക്ഷണം കഴിക്കാൻ ത്രിവേണി സംഗമം കഴിഞ്ഞ പമ്പും കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. തലേ ദിവസമൊക്കെ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ഭക്ഷണം ഇങ്ങനെ അനസ്യൂതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഗംഭീര ഭക്ഷണമൊക്കെയാണ്. കാരണം നമ്മുടെ ഇദ്ദേഹമാണല്ലോ, പഴയിടമാണ്. അതിന് പിന്നെ നമുക്ക് ഒരേ എതിരഭിപ്രായമില്ല. അപ്പം ഈ ആളൊന്നുമില്ല, ഈ പറഞ്ഞ തരത്തിലുള്ള ഓഫീഷ്യൽസും കാര്യങ്ങളും ആദ്യം ചാനലിൽ ഒക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ആളില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് ബാരിക്കേഡൊക്കെ മാറ്റിയിട്ട് ദർശനം നടത്താൻ പോകുന്ന ഭക്തരെയും ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തരെയും അങ്ങോട്ടേക്ക് കയറ്റുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരെല്ലാം അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതില്ലെന്നുണ്ടെങ്കിൽ എല്ലാം വേസ്റ്റായി പോകും. അതെ, ഏറെ വേസ്റ്റാക്കി കളയുകയും ചെയ്തു. കാരണം മാസപൂജ സമയത്താണ്. മാസപൂജ സമയത്ത് അത്ര തിരക്ക് വരത്തില്ല. അപ്പോൾ ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എത്രയോ ദിവസങ്ങളായിട്ട് സർക്കാർ തലത്തിലുള്ള വാഹനങ്ങൾ നെടുകയും കുറുകയും ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുകയാണ് പമ്പ വരെ. അപ്പോൾ ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്താ? 8 കോടി രൂപ അവിടെ ചെലവഴിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന്. ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്ന ഈ പൈസ എവിടുന്ന്? കോടതിക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഉറപ്പ് കൊടുത്തത് ഇത് സർക്കാർ പൈസയല്ല, ഖജനാവിൽ നിന്ന് എടുക്കുന്നതല്ല, ഇത് സ്പോൺസർമാരാണ് ഈ പൈസ തരുന്നത്. 1 കോടി രൂപ എന്തോ അദാനി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ്, 3 കോടി രൂപ എന്തോ ഊരാളുങ്കൽ സൊസൈറ്റി, 2 കോടി രൂപ എന്തോ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഊരാളുകൾ 3 കോടി അങ്ങോട്ട് കൊടുക്കുമല്ലേ? അതെ. ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കാൻ രസമാണല്ലേ? എവിടുന്നാ ഇത് വാങ്ങുന്നത്? ഊരാളുങ്കൽ ഈ 3 കോടി കൊടുക്കുന്നത് എവിടെ? ഒരു ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കലിനാണ് എല്ലാവർക്കും കൊടുത്തത്. എന്നിട്ട് അവര് കൊടുക്കുന്ന ആ പൈസ എടുത്ത് അതാണ് കോടതി. ഇതൊക്കെ വെറും പറച്ചിൽ മാത്രം. തീർച്ചയായിട്ടും ഉഡായിപ്പ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ. പിന്നെ ഈ സ്പോൺസർമാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പന്തലുകളുടെ ഇരുവശവും അകത്തും ഒക്കെ ഈ സ്പോൺസർമാരെ ബൂസ്റ്റ് ചെയ്യത്തില്ലേ?
ഓ അത് ചെയ്യും. അവിടെ അങ്ങനെ ഒരു ബോർഡൊന്നും ഞാൻ കണ്ടതേ ഇല്ല. സാധാരണ നമ്മളൊരു ഇവന്റ് ചെയ്യുകയാണെങ്കിൽ ആരാണോ സാമ്പത്തികം മുടക്കുന്നത് അവർക്കൊരു LED വാള് കാണും, അവരുടെ ബാനർ കാണും, അവരുടെ സ്ഥാപനം ഹൈലൈറ്റ് ചെയ്യും. കറക്റ്റ്. അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പറ്റിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ പോലും ഈ ഈശ്വര വിശ്വാസമില്ലാത്തവർ പറ്റിച്ചു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഈ പൈസ ശബരിമല തീർത്ഥാടന കാലത്ത് കിട്ടിയ വരുമാനത്തിൽ നിന്ന് എടുത്ത് ചമ്മാളിച്ചു ആണോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് നമ്മുടെ ജയകുമാർ സാർ എന്നത് ഇപ്പോഴത്തെ പുതിയ പ്രശാന്ത് ഉണ്ടല്ലോ, അത്ര നേരെ അല്ല. അല്ല, ഇടതുപക്ഷത്തിന്റെ GR അനിലിനെതിരെ നെടുമങ്ങാട് മത്സരം കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിച്ചു വിട്ട് കോൺഗ്രസിന് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞൊരു ബടക്കിന് കാക്ക എല്ലാവരുടെയും ബടക്ക് തിന്നും. കാക്കയുടെ ബടക്ക് എറുമ്പോലും കഴിക്കില്ല, ചെയ്തിട്ടുണ്ട്. നമ്മൾ റോഡിലൊക്കെ കിടക്കുമ്പോൾ ചുമ്മാ അങ്ങനെ കിടക്കുകയുള്ളൂ. ആ സൈസ് പോലെയാണ് ആ കോൺഗ്രസ്സുകാർ തള്ളിയതിനെ ഇവർ മെമ്പറാക്കിയത്. ഇവർ മെമ്പറാക്കിയ നിബന്ധന എന്താണ്? മെമ്പർമാരും റൂളിംഗ് പാർട്ടിയും പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഫണ്ടുകൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇതാണ് നിബന്ധന. അദ്ദേഹം നോക്കിയപ്പം കിട്ടിയ ഒരു സുവർണാവസരം, ധർമ്മശാസ്താവിൻ്റെ ഒരു പ്രതീതിയായിട്ട് പ്രസിഡൻ്റായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ കാറ്, വീട്, ആനുകൂല്യം, ബാറ്റ, സൗകര്യങ്ങൾ, പാസ്, ഓസ്, ഗ്ലാസ് എല്ലാം കിട്ടി അങ്ങിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്താണോ സെക്രട്ടേറിയറ്റിൽ നിന്ന് AKG സെൻറ്റർ എന്നും പറയുന്നു, അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അല്ല അന്ന് അയ്യപ്പ സംഗമത്തിൻ്റെ സ്വാഗത പ്രസംഗമോ അതോ നന്ദി ആണെന്ന് തോന്നുന്നു, PS പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടിയാണ് സ്വാമിയെ ശരണം അയ്യപ്പ. ഇത് പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വിളിക്കണം എന്ന്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചല്ലോ, ഈ ശബരിമല ധർമ്മശാസ്താവിൻ്റെ അടുത്ത് പോണവർ നല്ല രീതിയിൽ ഭക്തിയായിട്ട് 41 ദിവസം വ്രതം നോക്കി പുറത്ത് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ പച്ചപ്പന്തൽ കെട്ടി കിടന്നൊക്കെയാണ് പോകുന്നത്. ഈ സോട്ടും കൂട്ടുമുട്ട വിദേശ മലയാളികളെ അല്ല ഇന്ത്യൻ വ്യവസായികളെ അവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? പമ്പ പോലുള്ള പുണ്യപുരാതനമായ പൈതൃകമുള്ള ആ നദീതീരത്ത് എന്തിനാണ് ഈ വ്യവസായ പ്രമുഖന്മാരെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ശ്രീ രാധാകൃഷ്ണന് ഇപ്പം അയ്യപ്പ സംഗമം നടത്താം, അതെ, തുറന്ന വേദിയിൽ. അതെ, അവിടെ ഒരു വേദി മത ആചാര്യന്മാരെയോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിൻ്റെയും അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിൽ നിന്നവരും ഒക്കെ ഉള്ളവർ വന്ന് ഈ അയ്യപ്പ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഭക്തർക്കെല്ലാം അവിടെ പ്രവേശം അനുവദിച്ചുകൊണ്ട് ഇവരൊരു പ്രത്യേക ലോക പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ച് ലോകത്തെ എല്ലാവർക്കും അറിയാം. അതെ, അതൊരു പൈതൃക പട്ടികയായിട്ട് വരണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നത്. അതിന് ഇവിടെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 1-2 വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചത്, ചെങ്ങന്നൂരിൽ നിന്നൊരു റെയിൽപാത പമ്പയിലേക്ക് വരണം, 4 മണിക്കൂർ യാത്ര ചെയ്യുന്നവർക്ക് 55 മിനിറ്റ് കൊണ്ട് ചേട്ടനറിയാമല്ലോ പോയിട്ടുള്ളതുകൊണ്ട് പമ്പയിലെത്താം. ഇവരത് സമ്മതിക്കുന്നില്ല. അവിടെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റിയാൽ കുറച്ചുകൂടി അഴിഞ്ഞാട്ടം നടക്കും, കുറച്ചുകൂടി വിദേശ ആൾക്കാർ ഇവിടെ. പിണറായിക്ക് അതൊരു മോഹം ഉണ്ടായിരുന്നു. 2016 അധികാരത്തിൽ വന്നപ്പോഴേ പിന്നെ ആ കൊല്ലത്തെ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശബരിമലയ്ക്ക് പോയി. അതെ, പമ്പയിൽ ഒരു അവലോകന യോഗം പതിവ് പോലെ എല്ലാ കൊല്ലം ഉള്ളതാണ്. അന്ന് പ്രയാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു, ശബരിമല ക്ഷേത്രം 365 ദിവസവും 365 ദിവസവും തുറന്നിരിക്കണം. പ്രയർ അപ്പം ചാടി എഴുന്നേറ്റ്. പിണറായി വിജയനാണ് പറയുന്നത്, മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് എന്നും നോക്കിയില്ല. അത് പറ്റില്ല, ഇവിടുത്തെ ആചാരം എന്ന് പറയുന്ന ഇന്ന രീതിയിലാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പ്രയാർ ഗോപാലകൃഷ്ണൻ അല്പം നാട്ടിലുണ്ട്, ഒരു നല്ല ഒരു കോൺഗ്രസ് നേതാവാണ്, കൃത്യമായിട്ട് പറഞ്ഞു. അതുമല്ല, ഇദ്ദേഹം പോയിട്ട് ആ 18 ആഴിയുടെ അങ്ങോട്ട് കയറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ്, അന്ന് നിൽക്കുന്ന പടങ്ങളൊക്കെ ചാനലുകളും പത്രങ്ങളും കാണിച്ചാണ്ടോ, ഇങ്ങനെ കൈയും കെട്ടി അങ്ങനെ. അദ്ദേഹം വാവര് നടയിൽ പോയിട്ട് 2 പ്രാവശ്യം അവിടെ നിന്നുള്ള പ്രസാദം കുരുമുളക് വാങ്ങി കഴിച്ചു. ഈ തണുപ്പ് ജലദോഷമായോണ്ട് തൊണ്ട ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും ചോദിച്ചു, ഓ അതാണല്ലേ നിങ്ങളുടെ അയ്യപ്പൻ നിങ്ങളുടെ അപ്പം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അടയ്ക്കുന്ന ഡയലോഗ് കാണണം. അപ്പോൾ അത്ര ബാക്കിയുള്ള സമയത്ത് തന്നെ മന്ത്രിമാർ പോയാൽ ദീപാരാധന നടക്കുമ്പോൾ തൊഴിലല്ലോ. രാധാകൃഷ്ണൻ തൊഴാൻ പോയപ്പോൾ രാധാകൃഷ്ണൻ്റെ കയ്യെ പിടിച്ച് താക്കുന്ന കണ്ടിട്ടില്ലേ ചില മന്ത്രിമാർ? അപ്പോൾ ഇതാണ് ഇവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. അല്ല, ശബരിമലയ്ക്ക് എല്ലാ മുഖ്യമന്ത്രിമാരും ഒക്കെ പോയിട്ടുണ്ട്. VS അച്യുതാനന്ദനും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തോ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാര്യങ്ങളൊക്കെ അവലോകന ഇതിനു വേണ്ടി പോകുന്നതാണ്.
അന്നൊന്നും VS ഒന്നും ഇത് അതിൻ്റെതായ ഒരു മതേതര രീതിയിൽ തന്നെ അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊക്കെ കുറവാണെങ്കിലും ശരി, ലോകപരിചയവും ബാക്കി പ്രവർത്തന ബാന്ധവും കാര്യങ്ങളറിയാം. നല്ലൊരു ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അതല്ല, ഒരുതരം അഹങ്കാരവും. അപ്പം നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പ് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയോടൊപ്പം പുറത്തു വരും. അതിന്റെ പേരിൽ ജയിലിലാകാൻ പോകുന്നവരെയും നമുക്ക് അതാണല്ലോ ആ സ്ത്രീ എന്തോ പറഞ്ഞപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കോടതിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നിപ്പം 5-6 പേര് പുറത്തായി കഴിഞ്ഞു. അപ്പോൾ പുറത്തായി കഴിഞ്ഞവരെല്ലാം ED ചോദ്യം ചെയ്യുവാൻ റെഡിയായി പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ 2 ജഡ്ജിമാരും പറഞ്ഞിട്ടുള്ളത്, ശബരിമല കൊള്ള നടത്തിയവർ ആരും രക്ഷപ്പെടുകയില്ല. പക്ഷെ അതിനുപരി ഇവരെ കുടുംബങ്ങളിൽ ശാസ്താവ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണുന്നുണ്ട്. ആർക്കും സമാധാനമില്ല. തന്ത്രി മുഖ്യൻ തന്നെ ജയിലിൽ കിടക്കേണ്ട ഒരു ഗതി വന്നിരിക്കുന്നല്ലോ, ഭഗവാനെ പൂജിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധത ജനങ്ങളിൽ എത്തുവാൻ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് പുറത്തു തന്നെ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.